ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫലാഫീലിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ ഫലാഫീൽ വെച്ചിട്ടൊരു എഗ് ഫലാഫീലിൻ്റെ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പിള്ളേർക്ക് സ്കൂളിലോട്ട് കൊടുത്തുവിടാനും അതുപോലെ തന്നെ ഓഫീസിലോട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റോൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചപ്പാത്തി വേണം. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് ബോൾസൊക്കെ നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നതാണ്. പിന്നില്ലേ നിങ്ങൾക്ക് ഇതിലോട്ട് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പൊറോട്ട വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചപ്പാത്തി തന്നെയാണ് എടുക്കുന്നത്. പിള്ളേർക്ക് സ്കൂളിലോട്ട് കൊടുത്തു വിടാനല്ലേ, പിന്നെ രാവിലെ ഓഫീസിലോട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ രാത്രി ഇതുപോലെ ചപ്പാത്തി നല്ലതുപോലെ പരത്തിയിട്ടില്ലേ, നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ നമ്മുടെ ഫോയിൽ ഇല്ലേ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് നമ്മൾ ഇടുന്ന ഏതാണ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ മൈദ ഏതാണ് എടുക്കുന്നത് വെച്ചാൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ചപ്പാത്തി വെച്ച് കൊടുക്കും. എന്നിട്ട് ഫോയിൽ 4 ഭാഗത്തുനിന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ നടുഭാഗത്ത് ഞാൻ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി അവിടെയും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ മേലെ വീണ്ടും ഒരു ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ പിന്നെ അടുത്ത ചപ്പാത്തി വെക്കും കേട്ടോ. എന്നിട്ട് ഞാൻ രാവിലെ 4:30ക്ക് ഞാൻ എണീക്കും. അപ്പോൾ പിന്നെ 4:30ക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിലോട്ട് വെക്കാറില്ല. അതല്ല നിങ്ങൾ കുറച്ചും കൂടി വൈകിട്ടൊക്കെ എണീക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഫ്രഷ് റൂമിലോട്ട് എടുത്ത് വെച്ചാൽ മതിയാവും. പിന്നെ ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ, അല്ലെങ്കിൽ ക്ലിങ് ഫിലിം അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടിയും ബെറ്റർ ആട്ടോ ചപ്പാത്തി ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ പൊടിയിട്ട് കൊടുത്തിട്ട് ചപ്പാത്തി വെച്ചിട്ട് അങ്ങനെ കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ചപ്പാത്തിയൊക്കെ നമ്മൾ പരത്താനൊക്കെ നിൽക്കുമ്പോൾ നല്ലതുപോലെ വൈകില്ലേ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നില്ലേ ഇത് നല്ലതുപോലെ വലുതാക്കിയിട്ട് തന്നെ പരത്താൻ നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് വേണമെങ്കിൽ ഈക്വലായിട്ട് മൈദയും ഗോതമ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഈക്വൽ എമൗണ്ട് എടുക്കുക രണ്ടും. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി പോലെ ഇതുപോലെ തന്നെ പരത്തിയിട്ട് എടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ ഞാനിതിവിടെ ഗോതമ്പ് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിള്ളേർക്ക് രാവിലെ സ്കൂളിലോട്ട് ഹെൽത്തി ഫുഡ് മസ്റ്റാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പ്ലേറ്റിൽ ഫോയിൽ വെച്ചിട്ട് കുറച്ച് ഏത് പൊടിയാണ് നമ്മൾ എടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ പരത്താൻ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചപ്പാത്തീൻ്റെ മേലെ വെച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അടുത്ത ചപ്പാത്തി വെക്കുമ്പോൾ ആദ്യത്തെ ചപ്പാത്തിയുടെ എല്ലാ സൈഡ്സും ഒന്ന് മടക്കി വെച്ചിട്ട് വീണ്ടും കുറച്ച് പൊടിയൊന്ന് വിതറിയതിന് ശേഷം പിന്നെയും ഫോയിൽ വെച്ചിട്ട് അങ്ങനെ ലെയർ ചെയ്തിട്ട് പുറത്ത് തന്നെ കേട്ടോ വയ്ക്കാറ്. കാരണം ഞാൻ രാവിലെ നേരത്തെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കാരണം പിന്നെ ഫ്രിഡ്ജിലോട്ടൊന്നും വെക്കാറില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എടുക്കാം, പൊറോട്ട എടുക്കാം, സാധാ ചപ്പാത്തി വേണമെങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. പിന്നില്ലേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ എപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചപ്പാത്തി ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തേത് മടക്കി വെച്ചതിന് ശേഷം വീണ്ടും ഒരു ഫോയിൽ വെച്ച് കൊടുത്ത് ഇനി കുറച്ചും കൂടി നമ്മുടെ മൈദപ്പൊടിയാണോ നിങ്ങൾ ഗോതമ്പ് പൊടിയാണോ ഏതാ എടുക്കണമെന്ന് വെച്ചാൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചപ്പാത്തി അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ആ ചപ്പാത്തിയുടെ എല്ലാ സൈഡ്സും ഒന്നങ്ങോട്ട് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. സൈഡ്സ് മടക്കി കൊടുത്ത് വെച്ചിട്ട് പിന്നെ അടുത്ത ചപ്പാത്തി അതിൻ്റെ മേലേക്ക് ഒന്ന് ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. എല്ലാ സൈഡും മടക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇനി അടുത്ത ചപ്പാത്തി ഇടുമ്പോൾ ഇതിൻ്റെ ആ ഗ്യാപ്പ് വരുന്നില്ലേ, അവിടെ നമ്മൾ കുറച്ചും കൂടി ഏത് പൊടിയാണ് നിങ്ങൾ ഇടണമെന്ന് വെച്ചാൽ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഫോയിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് വെച്ചാൽ മതിയാവും കേട്ടോ. കണ്ടോ, ഇതേപോലെ ഇട്ടാൽ ഞാൻ എടുത്ത് വെക്കാറ്. പിന്നെ ഇതിലോട്ട് നമുക്കില്ലേ ക്യാരറ്റും കുക്കുംബറും ആവശ്യമുണ്ട്. അത് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പകുതിന് വിനീഗറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ രാത്രി ചെയ്യുന്നത്. നിങ്ങൾക്കിത് രാത്രിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് രാവിലെ ചെയ്ത് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചാൽ മതിയാവും കേട്ടോ രാവിലേക്ക്. പിന്നല്ലേ ഇത് കഴിക്കാത്ത പിള്ളേരായാലും കഴിക്കും കേട്ടോ. ക്യാരറ്റും കുക്കുംബറൊക്കെ ഇഷ്ടമില്ലാത്ത പിള്ളേരില്ലേ, പിന്നെ സാൻഡ്വിച്ചിൽ നിന്നൊക്കെ മാറ്റി വെക്കുന്ന പിള്ളേർ, അപ്പോൾ അവരൊക്കെ ഇത് കഴിച്ചോളും. കാരണം കുറച്ച് ഉപ്പും പുളിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഇതിലോട്ട് പിന്നെ കട്ട് ചെയ്തിടുന്നത് ഒരു പച്ചമുളക് കട്ട് ചെയ്തിടുന്നുണ്ട്. പിള്ളേർക്ക് കാരണം ഒരെണ്ണം കട്ട് ചെയ്തിടണുള്ളൂ. നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 പച്ചമുളക് കീറിയിടാം. പിന്നെ എന്നിട്ട് ഇത് റോൾ ചെയ്യുമ്പോൾ ആ പച്ചമുളക് നമുക്ക് അതിലോട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു എരിവൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിള്ളേർക്കാവുമ്പോൾ എരിയണ കാരണം അവർ കഴിക്കില്ലല്ലോ. അപ്പോൾ പിള്ളേർക്ക് വെക്കണ്ട, ഞാൻ പിള്ളേർക്ക് വെച്ചിട്ടില്ല.
നമുക്കാണെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടിയിട്ട് ഈ റോളിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇതൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് എഗ്ഗ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എഗ്ഗൊക്കെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് രാവിലെയാണ് ബോയിൽ ചെയ്ത് വെക്കുന്നത്, രാത്രി ചെയ്ത് വെക്കുന്നില്ല. രാവിലെ തന്നെ കേട്ടോ എഗ്ഗൊക്കെ ബോയിൽ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇത് നമുക്കൊന്ന് അടച്ചിട്ട് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഫലാഫിൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഫലാഫിൽ ഞാൻ എടുത്തിട്ടുള്ള 2 പിടി മല്ലിയുടെ ഇല എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളക്കടല സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം നമുക്ക് ലൈം ജ്യൂസ് വേണം. പിന്നെ അതിലോട്ട് വേണ്ടത് മല്ലിയുടെ പൊടിയില്ലേ, അത് ഞാൻ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ്. പിന്നെ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, 6 അല്ലി ഗാർലിക്ക്, 2 പച്ചമുളക്, പിന്നെ ഒരു വലിയ ഉള്ളി. ഇനി എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മല്ലിയും നമ്മുടെ ചെറിയ ജീരകവും ഒരു ജാറിലിട്ടിട്ട് മിക്സിയിൽ ഒന്നിട്ടിട്ട് ചതച്ചെടുക്കണം. നല്ലതുപോലെ അരഞ്ഞു പോകരുത് കേട്ടോ. ഇതും നമ്മൾ ക്രഷ് ചെയ്ത പോലെ തന്നെ എടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനിയും കടലയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണല്ലോ, അപ്പോൾ കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതേ ഞാൻ മല്ലിയിടലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ എടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളക്കടലയും കൂടി ഇട്ടിട്ട് പൾസിലിട്ടിട്ട് വേണം, മറക്കാതെ ചെയ്യുക, പൾസിലിട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതേപോലെ എടുക്കുക കേട്ടോ. ഇനി ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ലൈം ജ്യൂസ് 1 ടേബിൾ സ്പൂൺ വെച്ചിട്ടില്ല അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പച്ചമുളകും അതേപോലെ തന്നെ വലിയ ഉള്ളിയും അതേ ഗാർലിക്കും എടുത്തിട്ട് ഞാൻ ഹാൻഡ് ചോപ്പറിൽ വെച്ചിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മുടെ പൾസിലിട്ടിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്ത പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വെള്ളം കൂടും. അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ തന്നെ ക്രഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ ഹാൻഡ് ചോപ്പറിൽ വെച്ചിട്ട് നല്ലതുപോലെ ചെറുതാക്കിയിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കുക ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വലിയ ഉള്ളിയും പച്ചമുളകും അതേപോലെ തന്നെ ഗാർലിക്കും കൂടി ഞാൻ നല്ലതുപോലെ ഹാൻഡ് ചോപ്പറിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് രാത്രി ചെയ്ത് വെക്കുന്ന കാരണം ബേക്കിംഗ് സോഡ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. രാവിലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്താണ് ഞാൻ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. ഇനി ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ഞാൻ അതിലോട്ട് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഓയിൽ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. അതിലേക്ക് ഞാൻ ഓയിൽ ചൂടായതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ബോൾസ് ആക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, മേൽഭാഗം കരിയും, ഉള്ളിൽ വേവില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് ബോൾസ് ആക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇത് ഞാൻ രാത്രി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ചപ്പാത്തി വരത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് പാനിലോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിക്ക് ഒരു കുഴപ്പം പറ്റുന്നില്ല കേട്ടോ, ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതെ ചപ്പാത്തി ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും നമ്മൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മൾ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. നമ്മൾ തലേ ദിവസം എടുത്ത് വെച്ചെന്ന് വെച്ചിട്ട് ചപ്പാത്തിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അതെ ചപ്പാത്തി നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടതെന്ന് വെച്ചാൽ പൊട്ടാറ്റോ ഇല്ലേ, അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രഞ്ച് ഫ്രൈ വേണമെങ്കിൽ എടുക്കാം. പിന്നെ എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഗാർലിക് മയോണൈസ് ആണ്. ഞാൻ അത് വീട്ടിൽ ഉണ്ടാക്കി തന്നെ കേട്ടോ സ്പ്രെഡ് ചെയ്യാൻ എടുക്കുന്നത്. പിന്നെ സ്വീറ്റ് ചില്ലി സോസ് എടുക്കുന്നത് നമുക്ക് എടുക്കാന്ന് വെച്ചാൽ സ്പൈസി ചില്ലി സോസ് എടുക്കാം കേട്ടോ. അത് പുറത്തുനിന്ന് വാങ്ങിച്ചു തന്നെ കേട്ടോ. അങ്ങനെ ഇതിലോട്ട് ഞാനതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഗാർലിക് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് സ്വീറ്റ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്പൈസി എടുക്കാം, നമുക്കാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ആയതുകൊണ്ടാണ് ഞാൻ സ്വീറ്റ് ചില്ലി സോസ്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ക്യാരറ്റും കുക്കുമ്പറും സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പീസ് എടുത്ത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ പൊട്ടാറ്റോ പറഞ്ഞില്ലേ, പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈ എടുക്കാം. ഈ പൊട്ടാറ്റോ കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മളിത് നല്ലതുപോലെ ടൈറ്റായിട്ട് വേണം ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡിൽ നിന്ന് മടക്കി കൊടുത്തിട്ട് ടൈറ്റായിട്ട് വേണം റോൾ ചെയ്തെടുക്കാനും. ഞാൻ ഫോയിൽ വെക്കാൻ മറന്നുപോയി, ഞാൻ ഫോയിൽ എടുത്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ
സാൻഡ്വിച്ച് റാപ്പൊക്കെ വാങ്ങാൻ കിട്ടില്ലേ, അതാണെങ്കിലും എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ല, ഞാൻ എടുക്കുന്ന ഫോയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മൾ ഒന്ന് മടക്കിയിട്ട്, ഫ്രണ്ടിൽ നിന്ന് മടക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ മടക്കി വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് തന്നെ നമ്മൾ പുറത്തേക്കൊന്നും പോവാതെ നല്ലതുപോലെ ടൈറ്റായിട്ട് തന്നെ നമ്മളിത് റോൾ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫോയിൽ വെച്ചിട്ടും ഇതേപോലെ തന്നെ ഫോയിൽ ഇതേപോലെ നമ്മൾ ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം നമ്മളിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ശരിക്കും ഇങ്ങനെ നമുക്ക് സാൻഡ്വിച്ച് പോലെ കിട്ടില്ല. നമ്മളത് ശ്രദ്ധിച്ചിട്ട് നല്ലതുപോലെ ടൈറ്റാക്കി റോൾ ചെയ്തതിന് ശേഷം ഫോയിലും അതേപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റായിട്ട് നമ്മൾ റോൾ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇത് പിള്ളേരൊക്കെ നല്ലതുപോലെ കഴിച്ചോളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ക്യാരറ്റും അതേപോലെ തന്നെ കുക്കുംബറൊക്കെ നമ്മളൊന്ന് വിനീഗറിൽ സോക്ക് ചെയ്തിട്ടല്ല എടുത്തുള്ളൂ. അപ്പോൾ ഒരു പുളിപ്പൊക്കെ ഉള്ളതിന് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നമ്മൾ ഇത് ഫ്രഞ്ച് ഫ്രൈ അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോ ഒക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചാലും പിള്ളേർക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതെ ഇപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കൊണ്ടതിൽ നമ്മൾ റോള് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ പിള്ളേർക്കൊക്കെ ഓഫീസിലേക്കും അതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഫുള്ളായിട്ട് കഴിച്ച് വന്നോളൂ കേട്ടോ.